പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും യുദ്ധക്കളത്തിലും വൻ അലയടികൾ സൃഷ്ടിച്ചുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഹമാസിന്റെ മുൻ അധിപൻ യഹ്യ സിൻവർ വധിക്കപ്പെട്ട ഏകദേശം 2 വർഷത്തോളം ആകുമ്പോൾ സംഘടനയ്ക്ക് പുതിയൊരു പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹമാസിന്റെ ചീഫ് നെഗോഷിയേറ്ററും പൊളിറ്റിക്കൽ ബ്യൂറോയിലെ മുതിർന്ന അംഗവുമായ ഖലീൽ അൽ ഹയ ആണ് ഹമാസിന്റെ പുതിയ പൊളിറ്റിക്കൽ ചീഫ്. ഖാലിദ് മഷാൽ അടക്കമുള്ള നേതാക്കളെ പിന്നിലാക്കിയാണ് 66-കാരനായ ഹയ ഈ പദവിയിലേക്ക് എത്തുന്നത്. ഇസ്രായേലിന്റെ മാരകമായ വ്യോമാക്രമണങ്ങളിൽ നിന്ന് പലതവണ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വ്യക്തി, സ്വന്തം കുടുംബത്തിലെ നിരവധി ആളുകളെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട നേതാവ്. ഹമാസിന്റെ ഈ പുതിയ അധിപൻ ആരാണ്? അദ്ദേഹത്തിന്റെ വരവ് യുദ്ധത്തിന്റെയും വെടിനിർത്തൽ ചർച്ചകളുടെയും ഗതി എങ്ങനെ മാറ്റും? പരിശോധിക്കാം. സംഭവം കൃത്യമായിട്ട് മനസ്സിലാക്കാം. 2024 ജൂലൈയിൽ ഇസ്മായിൽ ഹനിയയും ഒക്ടോബറിൽ യഹ്യ സിൻവറും കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസിന് ഒരു ഏകീകൃത നേതാവ് ഉണ്ടായിരുന്നില്ല. പകരം ഒരു 5-അംഗ ലീഡർഷിപ്പ് കൗൺസിലാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ മാസങ്ങൾ നീണ്ട ഇന്റേണൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ, അതായത് ഇന്റേണൽ ഷൂറ കൺസൾട്ടേറ്റീവ് പ്രോസസ്, ഇതിന് ശേഷമാണ് ഇപ്പോൾ ഹയയെ പുതിയ മേധാവിയായിട്ട് തിരഞ്ഞെടുത്തത്. പോരാട്ടം കഠിനമേറിയതായിരുന്നു ശരിക്കും. ഹമാസിന്റെ വിദേശകാര്യ മേധാവിയായ ഖാലിദ് മഷാലും ഖലീൽ അൽ ഹയയും തമ്മിലായിരുന്നു അവസാന റൗണ്ടിലെ പ്രധാന മത്സരം. മസ്ജിദ് അൽ ഷൂറയുടെ വോട്ടിംഗ് പ്രാധാന്യം അർഹിക്കുന്നു. ഗാസ, വെസ്റ്റ് ബാങ്ക്, ഇസ്രായേലി ജയിലുകൾ, ഖത്തറിലെയും തുർക്കിയിലെയും പ്രവാസി നേതാക്കൾ എന്നിവരടങ്ങുന്ന 50-അംഗ ഷൂറ കൗൺസിലിലെ ഭൂരിപക്ഷം വോട്ടുകൾ നേടിയാണ് ഹയ ജയിച്ചു കയറിയത്. അടുത്തത് ലീഡർഷിപ്പ് കൗൺസിൽ പിരിച്ചുവിടും. ഹയ ചുമതലയേൽക്കുന്നതോടെ താൽക്കാലികമായി ഭരണം നടത്തിയിരുന്ന 5-അംഗ സമിതി പിരിച്ചുവിടുകയും ഹമാസിന്റെ പൊളിറ്റിക്കൽ സമിതി പുനഃസംഘടിപ്പിക്കുകയും ചെയ്യും. ഇനി ആരാണ് ഈ ഖലീൽ അൽ ഹയ എന്ന് നോക്കാം. ഹമാസിന്റെ ഏറ്റവും പഴയ തലമുറയിലെ പ്രധാനികളിൽ ഒരാളാണ്. 1960-ൽ ഗാസയിലാണ് ജനനം. 1987-ൽ ഹമാസ് രൂപീകൃതമാകുന്നതിന് മുൻപ് തന്നെ ഹമാസ് സ്ഥാപകൻ ഷെയ്ഖ് മുഹമ്മദ് യാസീനുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. 2006-ലെ ഫലസ്തീൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഹമാസിന്റെ പാർലമെന്ററി വിഭാഗം തലവനായിരുന്നു. നയതന്ത്രജ്ഞനാണ്. ഈജിപ്ത്, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ വഴിയുള്ള മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസിന്റെ പ്രധാന മുഖം ഹയ ആയിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്ന വെടിനിർത്തൽ, തടവുകാരുടെ കൈമാറ്റ ചർച്ചകളിൽ സീസ്ഫയർ ടോക്സിൽ ഹമാസ് സംഘത്തെ നയിച്ചത് ഇദ്ദേഹമാണ്. ഇനി ഇസ്രായേലിന്റെ വധശ്രമങ്ങളും കുടുംബത്തിലെ നഷ്ടങ്ങളും ഒന്ന് നോക്കാം. ഇസ്രായേൽ വ്യോമസേന പലതവണ ഹയയെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2007-ൽ ഇയാളുടെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ ഭാര്യയും 3 മക്കളും കൊല്ലപ്പെട്ടു. 2014-ലും 2025 സെപ്റ്റംബറിൽ ദോഹയിൽ വെച്ച് നടന്ന ആക്രമണത്തിലും അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഖലീൽ അൽ ഹയയെ മേധാവിയാക്കിയതിലൂടെ ഹമാസ് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇറാനുമായിട്ടുള്ള ബന്ധം, അതായത് ഖാലിദ് മഷാലിനെ അപേക്ഷിച്ച് ഖലീൽ അൽ ഹയ ഇറാന്റെയും ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെയും വളരെ അടുത്ത അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഹമാസ് അച്ചുതണ്ട് കൂടുതൽ ശക്തമാകും. അടുത്തത് ആയുധം വെച്ച് കീഴടങ്ങില്ല. ട്രംപിന്റെയും ഇസ്രായേലിന്റെയും സമാധാന കരാറുകളിൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന നിബന്ധനയുണ്ട്. എന്നാൽ ഒരു ഹോക്ക്, അതായത് തീവ്ര നിലപാടുകാരനായ ഹയ വരുന്നതോടെ ആയുധം വെച്ചുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഹമാസ് തയ്യാറാവില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പ്രവർത്തനം ഖത്തറിലും തുർക്കിയിലും ഇരുന്നിട്ടാണ്. ഗസയിലെ കടുത്ത ഉപരോധവും പോരാട്ടവും കാരണം ഹയ ഖത്തർ, തുർക്കി കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുക. നിലവിൽ ഗാസയിൽ യുദ്ധം രൂക്ഷമായി തുടരുമ്പോൾ 2 ദശലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. 73,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ ഘട്ടത്തിൽ ഹമാസിനെ മുന്നോട്ട് നയിക്കുക എന്നത് ഹയയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഒരു വശത്ത് ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ, മറുവശത്ത് തകർന്നുപോയ ഗാസയുടെ പുനർനിർമ്മാണം, അടിയന്തര വെടിനിർത്തൽ ചർച്ചകൾ, ഇവയെല്ലാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. സിൻവറിന്റെ മരണശേഷം 2 വർഷത്തോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഹമാസ് തങ്ങളുടെ പുതിയ അമരക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ്. കടുത്ത നിലപാടുകാരനായ, അതേസമയം അനുഭവ സമ്പന്നനായ ഒരു നയതന്ത്രജ്ഞനായ ഖലീൽ അൽ ഹയയുടെ തിരഞ്ഞെടുപ്പ് പശ്ചിമേഷ്യൻ യുദ്ധത്തെ ഏത് ദിശയിലേക്ക് മാറ്റുമെന്ന് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.